ഏപ്രിൽ 16 ആരംഭിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ മണ്ഡലം പുനർനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ബില്ലും അതുപോലെ വനിതാ സംവരണ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള ബില്ലുകളും അവതരിപ്പിക്കും കേന്ദ്ര സർക്കാർ. അതിലൂടെ സുപ്രധാനമായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 850 ആക്കി വർദ്ധിപ്പിക്കും. അത് സംസ്ഥാനങ്ങളിലേത് 815 അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടേത് 35 ആക്കി പുനർനിർണയിക്കും. അതിനുശേഷം 2029 വനിതാ സംവരണം നടത്തുന്ന സമയത്ത് ഈ സീറ്റുകൾ 850-ൽ 1/3 വനിതകൾക്കായി സംവരണം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിലൂടെ ആ നിയമം നടപ്പിലാക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഈ മണ്ഡല പുനർനിർണയത്തിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ കൂടി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഈ ബില്ലിൽ വ്യക്തമാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജി, അതുപോലെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തി, അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്നിവർ അടങ്ങുന്നതായിരിക്കും ഈ ഒരു സമിതി എന്ന് പറയുന്നത്. അവരുടെ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കുമെന്നുള്ളതാണ്. ഈ ഒരു നീക്കത്തിനാണ് എന്തായാലും ദിൽന സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതും. വനിതാ സംവരണത്തിനിടയിൽ എന്തായാലും ഈ ഒരു ഡീലിമിറ്റേഷൻ നടത്തേണ്ടതില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നതും.